ഇതിനെപ്പറ്റി ഇനി എഴുതേണ്ടതും സംസാരിക്കേണ്ടതും ഒക്കെ നിങ്ങളാണ്. ഇത്തരത്തിലൊരു സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തേണ്ടതിന്റെ ആവശ്യം നമ്മൾ എല്ലാവർക്കും അറിയാം. ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും കാണട്ടെ, എല്ലാവർക്കും അത് മനസ്സിലാവട്ടെ. റിലേഷൻഷിപ്സും കുട്ടികളുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെ ആളുകൾ സംസാരിക്കട്ടെ. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നല്ല സിനിമകളും ഇവിടെ ഓടട്ടെ. അതിന് നിങ്ങളുടെ സപ്പോർട്ട്. ഇതൊക്കെ കൂടാണ്ട് ഒരു കൊച്ചുണ്ട്, ജഫ്രോൺ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഈ പടത്തിലുണ്ട്. ആ കൊച്ചു നല്ല രസമായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പടമാണ് കണ്ടു. ജബ്ബുവിന്റെ ശരിക്കുള്ള സംഭവം ഇതാണോ? അവിടെ വെച്ച് ഈ ഫ്ലിപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? അവിടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഫ്ലിപ്പൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെ അനിയൻ അഭിനയം? ഇഷ്ടപ്പെട്ട മൂവ്മെന്റ് ഇതാ? അങ്ങനത്തെ എല്ലാം ഇഷ്ടമായിരുന്നു. അവസാനത്തെ കരഞ്ഞില്ല, ബാക്കി ഫുൾ എല്ലാവരും പോയി കാണണം, അത് ഫീൽ ചെയ്യണം. അവിടെ പോയായിരുന്നോ? നീ ഫ്ലിപ്പ് ചെയ്യോ? ഇല്ലേ? ഇവന്റെ അത്ര ചെയ്തില്ല, ഞാൻ കുറച്ച് നീ നടത്ത സിനിമയില് അതെനിക്കറിയത്തില്ല. ഇനി വരുമ്പോ നമ്മൾ അടുത്ത പടത്തിൽ വരും. ഫാമിലിയല്ലേ നമുക്കെല്ലാം. ഫാമിലിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളല്ലേ നമ്മൾ. എങ്ങനെയുണ്ട്? പിന്നെ അവൻ കഴിഞ്ഞ പറ്റിരുന്നു വീണ്ടും വരുന്നത്. അതാ അവിടെ പോ. അഭിനയം കണ്ടിട്ട് ആസിഫിക്ക് തന്നെ കരഞ്ഞോ? സത്യം പറയാം. ജബ്ബുവിന്റെ അഭിനയം കണ്ടിട്ട്. ജബ്ബുവിന്റെ അഭിനയം കണ്ടോ? ഭാഗ്യം ഒന്നും പറ്റിയില്ല. കസാര ഉണ്ടായിരുന്നോണ്ട് നീ കമ്പനിയില്ല. ഇന്നത്തെ കാലത്ത് കണ്ടിരിക്കുന്ന പടം തോന്നുന്നുണ്ട്. ലൊക്കേഷനൊക്കെ നന്നായിട്ടായിരുന്നു. ഫീൽ ഗുഡ് മൂവി. നമ്മുടെ ഫാമിലിയായിട്ട് പോയി പിള്ളേർക്ക് കാണിക്കാൻ പറ്റിയ പടം. ഒരു മെസ്സേജും കൊടുക്കുന്നുണ്ട് പാരൻസിന്, എങ്ങനെ പിള്ളേരെ വളർത്തണം. ഇമോഷൻ കുത്തിയറച്ചല്ല, സ്വാഭാവികമായിട്ട് അവർ വരുന്ന സിറ്റുവേഷനും അത് 2-3 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു കഥ വളരെ രസകരമെന്ന് പറയാൻ പറ്റില്ല, വളരെ ഇമോഷണലി ടച്ചിങ് ആയിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആസിഫലി ഇങ്ങനെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, അതായത് അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്നതിൽ ആസിഫലി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ മുന്നിലാണ്. അക്കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു റോളാണ് സർക്കിട്ടിലെ ഈ റോൾ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആസിഫലി ഇഷ്ടപ്പെടുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ഫാമിലി മൂവി ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് സർക്കിട്ട് എന്ന മൂവി. വളരെ ഇഷ്ടം.